ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 100 ശ്ലോകം 1-2. കേശാദിപാദ വർണ്ണനം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാരീശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനുതതുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം നാരദാദ്യൈ വിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈച്ച. അന്വയം. അർത്ഥം. അഗ്രേ മുമ്പിൽ പ്രത്യക്ഷമായിട്ടെടുക്കൽ. നിബിഡതരകളായ അവലീലോഭനീയം നിറഞ്ഞു നിൽക്കുന്ന കായാമ്പൂവിൻ്റെ കൂട്ടം പോലെ മനോഹരമായ തേജസ്സിനെ പശ്യാമി ഞാൻ കാണുന്നു. അഹം ഞാൻ. പീയൂഷപ്ലാവിത അമൃതിൽ കുളിച്ചവനെന്ന പോലെ ആയിത്തീർന്നിരിക്കുന്ന തദനു പിന്നീട് തതുദരേ അതിൻ്റെ ഉള്ളിൽ ദിവ്യ കൈശോരവേഷം ദിവ്യമായ ഒരു കുട്ടിയുടെ രൂപം താരുണ്യാരംഭരമ്യം യൗവനാരംഭത്താൽ മനോഹരവും പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈ പരമാനന്ദ രസാസ്വാദനം കൊണ്ട് പുളകമണിഞ്ഞ ശരീരാവയവങ്ങളോട് കൂടിയ നാരദാദ്യൈ നാരദൻ തുടങ്ങിയ ദേവർഷിമാരും വിലസത് ഉപനിഷത് സുന്ദരി മണ്ഡലയിച്ച മനോഹാരിണിമാരായ ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ സമൂഹത്താലും ആവീതം ചുറ്റപ്പെട്ടവയായിരിക്കുന്നു. ഹരിവും. സാരം. കവി ആദ്യം നീലപ്രഭാപടലം അടുക്കൽ കണ്ടു. അതിനുള്ളിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബാലന്റെ മനോഹര രൂപം തെളിഞ്ഞു നിൽക്കുന്നത് ദർശിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉപനിഷത് സുന്ദരിമാരും ഭഗവത് ദർശനം സുഖം കൊണ്ട് രോമാഞ്ചമണിഞ്ഞ നാരദാദികളായ ഋഷിമാരും ഒരു ബാലഗോപാലനെ ചുറ്റി നിൽക്കുന്നത് കണ്ടു. ഹരിവും. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. നീലാഭം കുഞ്ചിതാഗ്രം ഖനമമലതരം സംയതം ചാരുഭംഗ്യാരത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരശക്നിവീതം തവ മൃദുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർത്തമുണ്ട്രാമഭിസുലളിതാം ബാലബാലേന്ദുവീതിം. അന്വയം. അർത്ഥം. നീലാഭം നീല നിറവും ശോഭയും, കുഞ്ചിതാഗ്രം ചുരുണ്ട അഗ്രമുള്ളതും, ഖനം ഇടതൂർന്നു നിൽക്കുന്നതും, അമലതരം നിർമ്മലവും, ചാരുഭംഗ്യ മനോഹരമായ സംവിധാനത്തോടു കൂടിയതും, സംയതം കെട്ടിയിരിക്കുന്നതും, രത്നോത്തം സാഭിരാമം അലങ്കാരമായി രത്നങ്ങൾ അണിഞ്ഞ മനോഹരമായതും, ഉദയചന്ദ്രകൈ പല നിറം കലർന്ന കണ്ണുകളോടുകൂടിയ പിഞ്ചജാലൈ മയിൽപ്പീലികളുടെ സമൂഹത്താൽ വലയിതും ചുറ്റിയതും, മന്ദാര ശക്നിവീതം മന്ദാരമാല അണിഞ്ഞതും ആയ തവ അങ്ങയുടെ പൃഥുകബരീഭാരം ഇടതൂർന്ന കേശ സമൂഹത്തെ അഹം ഞാൻ ആലോകയെ കാണുക എന്നുള്ളതുണ്ടായി. അപീച്ച കൂടാതെ സ്നിഗ്ധശേതോർത്തമുണ്ട്രം മിനുസമുള്ളതും വെളുത്തതും മേൽപോട്ടുള്ളതുമായ പൊട്ടുതൊട്ടിരിക്കുന്നതും, സുലളിതാം മനോഹരവുമായ ബാലേന്ദു വീതി നെറ്റിയാകുന്ന ബാലചന്ദ്രനെയും
കാണുന്നു. ഹരിവും. സാരം നീല നിറത്തോടു കൂടിയതും അഗ്രം ചുരുണ്ടതും ഇടതൂർന്ന് നിൽക്കുന്നതും നിർമ്മലവും കെട്ടി ശരിയാക്കി വച്ചിരിക്കുന്നതും അലങ്കാരമായി മയിൽപീലികൾ ചുറ്റിനും ചേർത്ത് വച്ചിരിക്കുന്നതിന് അലങ്കാരമായി മന്ദാരമാല കൊണ്ട് കെട്ടിവച്ചിരിക്കുന്നതും മിനുസമേറിയതും വെളുത്തതുമായ ഗോപിക്കുറിയോടുകൂടിയ മനോഹരവും വിശാലവുമായ നെറ്റിയെയും ഞാൻ കണ്ടു. ഹരിവും.